ഒരു മനോഹര ഗ്രാമത്തിൽ ഒരു വലിയ വീട്ടിൽ അച്ഛൻ ഗോവിന്ദൻ, അമ്മായി സരള, മകൻ രാഹുൽ, പുതിയ മരുമകൾ അഞ്ജലി. അഞ്ജലി വളരെ സ്നേഹമുള്ള പെൺകുട്ടിയായിരുന്നു. വീട് വൃത്തിയാക്കും, ഭക്ഷണം പാകം ചെയ്യും, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അമ്മായിയായ സരളയ്ക്കത് മതിയായില്ല. അവൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റം കണ്ടെത്താൻ തുടങ്ങി. ഇതെന്താ പണി? ഒന്നും ശരിയല്ല. ഞാൻ ശ്രമിച്ചല്ലോ അമ്മേ. ഗോവിന്ദൻ എല്ലാം ശ്രദ്ധിച്ചു. പക്ഷേ കുടുംബത്തിൽ തർക്കം വരാതിരിക്കാൻ മിണ്ടാതെ നിന്നു. ഇത് ശരിയല്ല, പക്ഷേ ഇപ്പോൾ പറയാൻ സമയമല്ല. ഒരു ദിവസം അടുക്കളയിൽ വലിയ തർക്കമുണ്ടായി. നിനക്ക് ഈ വീട്ടിൽ ഒത്തുപോകാൻ പറ്റില്ല. ഞാൻ ശ്രമിക്കുകയാണ്. അമ്മേ, ദയവായി. അന്ന് രാത്രി അഞ്ജലി ഒറ്റയ്ക്ക് കരഞ്ഞു. ഗോവിന്ദൻ അതു കണ്ടു. ഹൃദയം തകർന്നു. മോളെ, എന്താ പ്രശ്നം? ചാ, ഞാൻ എന്തു ചെയ്താലും അമ്മയ്ക്കിഷ്ടമാവുന്നില്ല. ഗോവിന്ദൻ അവളെ ആശ്വസിപ്പിച്ചു. അവൻ അഞ്ജലിയെ സ്വന്തം മകളെപ്പോലെ നീ കണ്ടു. തെറ്റില്ല മോളെ, ഞാനുണ്ടല്ലോ. അടുത്ത ദിവസം സരളയ്ക്കു പെട്ടെന്ന് അസുഖമായി. വീട്ടിലാരുമില്ല. അഞ്ജലി ഓടിവന്നു, മരുന്നുകൊടുത്തു, ഭക്ഷണം നൽകി, ഒരു മകളെപ്പോലെ പരിചരിച്ചു. അമ്മേ, പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. ഗോവിന്ദൻ ഇതെല്ലാം കണ്ടു. ഇപ്പോൾ സത്യം പറയേണ്ട സമയമെത്തിയെന്ന് അവൻ മനസ്സിലാക്കി. സരളെ, നീ കണ്ടോ? ഇവൾ നിന്നെ എത്ര സ്നേഹത്തോടെ നോക്കുന്നു. നീ തെറ്റാണ് ചെയ്തതെല്ലാം. സരള അഞ്ജലിയുടെ കൈ പിടിച്ചു. മോളെ, എന്നോട് ക്ഷമിക്കൂ. അമ്മേ, നിങ്ങൾ എന്റെ അമ്മ തന്നെയാണ്. രാഹുൽ സന്തോഷത്തോടെ നോക്കി. ഗോവിന്ദന്റെ കണ്ണുകളിൽ അഭിമാനം. ഇതാണ് എന്റെ കുടുംബം. സ്നേഹമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. ആ വീട്ടിൽ വീണ്ടും സ്നേഹവും സന്തോഷവും നിറഞ്ഞു. അമ്മായിയും മരുമകളും, ഇനി അമ്മയും മകളും.